ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 1 kg വരുന്ന REDBEE കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ഞാൻ വിൽക്കുന്ന 1 kg വരുന്ന REDBEE കേക്ക്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു 1/2 കപ്പ് 125 ml ആണ് കേട്ടോ. 1 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അങ്ങനെ വാനില സ്പോഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് OTG ഓവനിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് സോസ് പാനിൽ ഒഴിച്ചിട്ടും കുക്കറിൽ ഒഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട്. ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും അതുപോലെ 1/2 ടീസ്പൂൺ വിനീഗറും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെയാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. സൂപ്പർ റെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കി ഇതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്രീം ചീസും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഞാൻ എപ്പോഴും ഹോം മെയ്ഡ് ക്രീം ചീസ് തന്നെയാണ് കേക്കിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ഈ ക്രീം ചീസും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ വെച്ചിട്ടല്ല കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കണം. അതിനുശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യത്തെ ലെയറായിട്ട് വാനില സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കേക്കിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ക്രീം ചീസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയറിൽ ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയറിൽ നമ്മൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ രണ്ടാമത്തെ ലെയറായിട്ട് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഇവിടെ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സൈഡിൽ കൂടി സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കേക്കിന് മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രത്തിന് മുകളിൽ ഞാനൊരു ഹീറ്റ് പ്രൂഫ് ആയിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുവാണ്.
1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് ചൂടാറാനായിട്ട് നിൽക്കേണ്ട, ചെറിയ ചൂടോട് കൂടിയാണ് നമ്മൾ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ടും തണുത്ത് പോയാൽ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോകും. ഇനി ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ആദ്യം കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളറും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടില്ല, ചെറുതായിട്ട് മാത്രം ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കേക്കിന് മുകളിലേക്ക് വീണ്ടും ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ സൈഡിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കേക്കിന് മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുവാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് വരച്ച് കൊടുക്കാം. ഒരു ചെറിയ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പ്രസ് ചെയ്ത് വരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ കേക്കിന് മുകളിൽ ഞാനൊരു ചോക്ലേറ്റിൻ്റെ സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് ബോർഡിലേക്ക് ഒഴുകി വന്നിട്ടുള്ള ഈ ചോക്ലേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണ് ചെയ്തത്. ക്ലീൻ ചെയ്തിട്ടില്ല. ആ ചോക്ലേറ്റിന് മുകളിലാണ് ഞാൻ പേര് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഓർഡർ കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാനും ജോയിൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.